2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിന്മേലുള്ള ചർച്ച ഇന്ന് രണ്ടാം ദിനവും നിയമസഭയിൽ തുടരും. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ കേന്ദ്രത്തിനെതിരായ സമരത്തിൽ പങ്കാളികളാകാത്ത പ്രതിപക്ഷ നിലപാടിനെ ഭരണപക്ഷ അംഗങ്ങൾ വിമർശിച്ചിരുന്നു. 3 പ്രധാന ബില്ലുകളും ഇന്ന് സഭ പരിഗണിക്കും. ഷീജയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. ഷിജ, സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് നേരെ വിമർശനം ഉയരുമല്ലോ. കാരണം കേന്ദ്ര അവഗണനയ്ക്കെതിരായ വലിയൊരു സമരം, ദേശീയ തലത്തിൽ തന്നെയുള്ളൊരു സമരം സർക്കാർ നടത്തുമ്പോൾ അവിടെ ദേശീയ തലത്തിൽ തന്നെ വലിയൊരു പിന്തുണ ലഭിച്ചു, ശ്രദ്ധ ആകർഷിച്ചിരുന്നു. അവിടെ കേരളത്തിലെ കോൺഗ്രസ് പ്രതിപക്ഷം ഒറ്റപ്പെടുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസം ചർച്ച നടത്തപ്പോൾ പ്രതിപക്ഷത്തിന് നേരെ ഉണ്ടായിരുന്ന വിമർശനമൊക്കെ ഏത് തരത്തിലായിരുന്നു? ഒപ്പം തന്നെ ഇന്ന് സഭയിൽ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ബില്ലുകൾ ഏതൊക്കെയാണ്? തീർച്ചയായും കീർത്തി, ഏതായാലും കേന്ദ്രത്തിനെതിരായി സംസ്ഥാനം ദില്ലിയിൽ ഉയർത്തിയ സ്വരം അത് മറ്റ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ അന്ന് ദില്ലിയിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ആരംഭിച്ച ബജറ്റിന്മേലുള്ള ചർച്ചയിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഭരണപക്ഷത്തു നിന്ന് സംസാരിച്ച ഓരോ അംഗങ്ങളും പ്രതിപക്ഷത്തിൻ്റെ നിലപാടിനെ നിശിതമായി തന്നെ വിമർശിക്കുന്നതാണ് തന്നെയാണ് നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ കണ്ടത്. പ്രധാനമായും കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പോലും മിണ്ടാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ കർണാടകം ഉയർത്തിയ കാര്യം, കർണാടകം ഇതിന് സംസ്ഥാനത്തിൻ്റെ നിലപാടിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. അവരും കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിലപാടുകളിൽ പോലും അവർ പറയുന്നത്, കർണാടകം പറയുന്നത് മാത്രം ശരിയെന്ന് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രതിപക്ഷമാണ് സംസ്ഥാനത്തുള്ളത്. അതായത് കേരളത്തിൻ്റെ വികസനമോ കേരളത്തിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും ബാധിക്കാത്തൊരു പ്രതിപക്ഷം എന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ പ്രതിപക്ഷം മാറി, UDF മാറി എന്നുള്ളതാണ് ഓരോ അംഗങ്ങളും ഉദാഹരണം സഹിതം ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ. ഇന്നും ഇപ്പോൾ ചർച്ച രണ്ടാം ദിനം തുടരും. സാധാരണ രീതിയിലെ പോലെ തന്നെ രാവിലെ 9 മണിക്ക് ചോദ്യോത്തരവേളയോടുകൂടിയാണ് സഭ ഇന്നും ആരംഭിക്കുക. അതിനുശേഷം ശൂന്യവേളയിലേക്ക് കടക്കുമ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം നിലവിൽ നൽകിയിട്ടുണ്ട്. സപ്ലൈകോ ഇന്നിപ്പോൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സഭ ആ സമയത്ത് പരിഗണിക്കുന്നതായിരിക്കും. മറ്റ് നടപടികൾ പൂർത്തിയാക്കി, അതായത് ശ്രദ്ധ ക്ഷണിക്കൽ, സബ്മിഷൻ എന്നിവയെല്ലാം പൂർത്തിയാക്കി ബജറ്റിന്മേലുള്ള ചർച്ചയിലേക്ക് ഇന്ന് രണ്ടാം ദിനത്തിൽ കടക്കുന്നതായിരിക്കും. ഇന്നും സമാനമായ രീതിയിൽ തന്നെ ഭരണപക്ഷാംഗങ്ങൾ പ്രതിപക്ഷാംഗങ്ങളെ ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട്, കേന്ദ്രത്തിനെതിരായ സമരവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാട്, കേന്ദ്രത്തെ വിമർശിക്കാൻ തയ്യാറാകാത്ത പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ഒക്കെ ഉയർത്തി കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം ഇന്ന് സുപ്രധാനമായ 3 ബില്ലുകൾ കൂടി സഭ പരിഗണിക്കുന്നുണ്ട്. കാരണം ഇതെല്ലാം കൂടി പരിഗണിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്നത് സഭാ സമ്മേളനം നേരത്തെ തീരുമാനിച്ചിരുന്നത് മാർച്ച് 27 വരെയായിരുന്നു. പക്ഷേ വെട്ടിച്ചുരുക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതേ തുടർന്നാണ് ഈ രീതിയിൽ ബജറ്റ് ചർച്ചയും അതോടൊപ്പം തന്നെ ബില്ലും ഇന്നിപ്പോൾ പരിഗണനയ്ക്ക് വരുന്നത്. ബില്ലിൽ പ്രധാനമായും പറയേണ്ടത് ചരക്ക് സേവന നികുതി ഭേദഗതി ബില്ല്, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് രാജ് ഭേദഗതി ബില്ല്, ഇതിനു പുറമെ മുനിസിപ്പാലിറ്റി ഭേദഗതി ബില്ല്, ഈ ബില്ലുകളാണ് ഇന്നിപ്പോൾ സഭ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഭ ഇന്നിപ്പോൾ കഴിയാനും ഇന്നത്തെ ദിവസത്തെ സഭാ സമ്മേളനം പൂർത്തിയാകാനും വൈകും എന്നുള്ളതാണ് അറിയുന്നത്. ഏതായാലും ഇന്നും സഭയിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങളുടെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാട്, ചർച്ചയൊക്കെ ഇന്നും സഭയിൽ ഉയർന്നു വരും എന്നുള്ളതിൽ സംശയമില്ല. ഒപ്പം തന്നെ സമകാലീന വിഷയങ്ങളടക്കം നമുക്കറിയാം, ഓരോ ചർച്ച വേളയിലും സമകാലീന വിഷയങ്ങളെല്ലാം തന്നെ അംഗങ്ങൾ പരാമർശിച്ചു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ സമകാലീന വിഷയങ്ങളൊക്കെ സഭയിൽ ചർച്ചയാകും എന്നതിലും സംശയമില്ല. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.